സ്വയം നിർവചിച്ച നിയമസംഹിതകൾ മാത്രമാണ് സത്യമെന്ന് നടിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു താക്കീതും അവൻ്റെ മൊഴികൾ ഒരു വെല്ലുവിളിയുമായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ നിയമസംഹിതകളെയെല്ലാം ഒറ്റവാക്കിൽ കീഴ്മേൽ മറിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ വാക്കുകളെക്കാളും ചെയ്ത പ്രവൃത്തികളെക്കാളും വലിയ അത്ഭുതം ക്രിസ്തു തന്നെയായിരുന്നുവെന്ന് അവനെക്കുറിച്ച് റൂമി പറഞ്ഞു വയ്ക്കുക. അവൻ ഭൂമിയിലേക്ക് വന്നത് അതിരുകൾ തീർക്കാനായിരുന്നില്ല, മതിലുകൾ നിർമ്മിക്കാനായിരുന്നില്ല, മറിച്ച് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും നിയമത്തിൻ്റെയും എല്ലാം പേരിൽ മനുഷ്യൻ പണിതുയർത്തിയ അധർമ്മത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അസത്യത്തിൻ്റെ കൽമതിലുകളെ തകർത്തെറിയുവാനായിരുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. നിയമജ്ഞൻ്റെ ചോദ്യം നിത്യ ജീവിതത്തെക്കുറിച്ചുള്ളതായിരുന്നു. നിയമജ്ഞൻ നിയമത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെക്കാൾ ഉപരിയായി ഉത്തരങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷകൻ പറയുക, ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിച്ചതെന്ന്. യഹൂദർ നിയമങ്ങൾ പാലിക്കുന്നവരായതുകൊണ്ട് ഉത്തരത്തിന് പകരം ക്രിസ്തു ഒരു ചോദ്യമാണ് ചോദിക്കുക: നിയമത്തിൽ നീ എന്തു കാണുന്നു? അതിന് വ്യക്തമായ ഉത്തരവും അവൻ നൽകുന്നുണ്ട്. എന്നാൽ അവൻ പതറിപ്പോവുക ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് മുൻപിലാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യഹൂദൻ മാത്രമാണ് അയൽക്കാരനായിട്ടുള്ളത്. ഈ ഒരു ചിന്താഗതിയെയാണ് ക്രിസ്തു കീഴ്മേൽ മറിക്കുക. കാരണം അപകടത്തിൽപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി തീർന്നത് യഹൂദ മതത്തിൽപ്പെട്ട ലേവായനോ പുരോഹിതനോ ആയിരുന്നില്ല, മറിച്ച് യഹൂദ മതത്തിൽപ്പെടാത്ത, യഹൂദർ അത്യധികം വെറുത്തിരുന്ന ഒരു സമറിയാക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ട മനുഷ്യന് ആരാണ് അയൽക്കാരനായി തീർന്നത് എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ ഉത്തരം പറയുക സമറിയാക്കാരൻ എന്നല്ല, മറിച്ച് അവനോട് കരുണ കാണിച്ചവൻ എന്നായിരുന്നു. കാരണം സമറിയാക്കാർ എന്ന പേര് പറയാൻ പോലും യഹൂദർ വെറുത്തിരുന്നു. ആ യഹൂദനോട് ക്രിസ്തു പറയുക, നീയും പോയി അതുപോലെ ചെയ്യുക എന്നതാണ്. പ്രിയമുള്ളവരെ, നാം ശത്രുക്കളെന്ന് വിധിയെഴുതുന്ന മനുഷ്യർ പോലും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വേദപുസ്തകങ്ങളാണെന്ന് ക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ സുവിശേഷം ഗ്രീക്ക് മിത്തോളജിയിലെ ദമോക്ലീസിൻ്റെ വാള് പോലെ നമ്മുടെ ശിരസിന് മുകളിൽ തൂങ്ങിയാടുന്നുണ്ട്. മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിർമ്മിക്കുന്ന മതിൽക്കെട്ടുകൾക്കുള്ളിൽപ്പെട്ട് തകരാതെ മനുഷ്യത്വം എന്ന വാതിലിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമത്വത്തിൻ്റെ, കരുണയുടെ വിശാലമായ ആകാശത്തിലേക്ക് പറന്നുയരുവാനുള്ള ആഹ്വാനമാണത്. ദൈവമോ മതമോ വേണ്ട എന്നല്ല അതിനർത്ഥം. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടയാളമായി ഞാൻ മാറുന്നില്ലെങ്കിൽ, ആ ദൈവത്തിൻ്റെ സാക്ഷ്യമായി ഞാൻ മാറുന്നില്ലെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന മതം അർത്ഥരഹിതവും ഉപയോഗശൂന്യവുമാണ്. നിന്റെ മതവിശ്വാസം എത്രമേൽ ആഴത്തിലുള്ളതാണ് എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് നിന്റെ മതം നിന്നെ എത്രമേൽ മനുഷ്യനാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അവസാനിപ്പിക്കാം ഈ പൊള്ളയായിട്ടുള്ള ആദർശവാക്കുകൾ. ഇനി ജീവിതം സംസാരിച്ചു തുടങ്ങട്ടെ. അർത്ഥരഹിതമായിട്ടുള്ള മതസൗഹാർദ്ദ സംഗമങ്ങളെല്ലാം അവസാനിപ്പിക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസങ്ങൾ, മതസംഹിതകൾ അത്രമേൽ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് നമുക്കിനി മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മനുഷ്യ സൗഹാർദ്ദ സംഗമങ്ങൾ തുടങ്ങാം. ഒന്നാകേണ്ടത് മതങ്ങളല്ല, മറിച്ച് മനുഷ്യരാണെന്ന് തിരിച്ചറിയാം. ഇനി നാൽക്കവലകളിൽ ഒന്നിച്ചു കൂടുമ്പോൾ സംസാരിക്കേണ്ടത് മതങ്ങളെക്കുറിച്ചോ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ചാണ്. എന്നെ നിർവചിക്കേണ്ടത് പാർട്ടി കൊടികളോ മതചിഹ്നങ്ങളോ അല്ല, മറിച്ച് എൻ്റെ അസ്തിത്വമായ മനുഷ്യത്വമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മനുഷ്യനാകാൻ സഹായിക്കാത്ത, മനുഷ്യനെ സ്നേഹിക്കാൻ അനുവദിക്കാത്ത എല്ലാ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും നാം വൈകിയാൽ നമ്മുടെ ഇടവഴികളിൽ ഇനിയും ചത്തുവീഴും ഒത്തിരിയേറെ പേരുടെ ജീവിതങ്ങൾ. അവരുടെ പേരിൽ കൊടികൾ ഉയരും, സ്മാരകങ്ങൾ ഉയരും, പകവീട്ടലുകൾ ഉണ്ടാകും. ഇനിയും കേരളം ഒരു ഭ്രാന്താലയമായി മാറും. ഇന്നത്തെ സുവിശേഷം ഒരു താക്കീതായി തന്നെ നമ്മുടെ മുൻപിലുണ്ട്. മടങ്ങാം മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ആ പച്ചയായ മനുഷ്യനിലേക്ക്. ആമേൻ.